പ്രധാനമന്ത്രിയുടെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് പാല. ഒരു കൊട്ട വികസന സ്വപ്നങ്ങളും പ്രധാനമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലവൂരിൽ ആരംഭിച്ച ട്രിപ്പിൾ ഐറ്റിയുടെ പുനഃപ്രതിഷ്ഠ തന്നെയായിരിക്കും. കേന്ദ്ര സർക്കാർ പണം മുടക്കി ആരംഭിച്ചു എന്ന നിലയിൽ അത് സ്വന്തമാക്കാനുള്ള നീക്കമായിരിക്കും പ്രധാനമന്ത്രിയിലൂടെ BJP ശ്രമിക്കുന്നത്. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിയിൽ നിന്ന് ചില വാഗ്ദാനങ്ങൾ ലഭ്യമായേക്കാം. എന്നാൽ നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ റബ്ബർ കർഷകർക്ക് 5 പൈസയുടെ പ്രയോജനം ഉണ്ടാകില്ലെന്ന് അടിവരയിട്ട് പറയാം. റബ്ബർ വില ഉയർത്തണമെന്ന് പറഞ്ഞ് തിരുനക്കര മൈതാനത്ത് നിരാഹാരം കിടന്ന ഒരു ജോസ് കെ മാണിയെ അന്നത്തെ ആരോഗ്യമന്ത്രിയും പിന്നീട് BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്ന JP നദ്ദ ഫോണിൽ വിളിച്ച് നിരാഹാരം അവസാനിപ്പിക്കണമെന്നും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്നും ഉറപ്പു നൽകിയ ഒരു കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അന്നത്തെ വാണിജ്യ മന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയ ജോസ് കെ മാണി ആ നിവേദനം നൽകിയിട്ട് പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞ വിവരം അറിയിക്കുന്നു. അത് കേട്ട നിർമ്മലാ സീതാരാമൻ ഉടനെ തന്നെ ആ പത്രക്കാരെ വിളിച്ചു വരുത്തി താൻ അങ്ങനെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലെന്നും കർഷകർക്കൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പച്ചയ്ക്കങ്ങ് പറഞ്ഞു. റബ്ബർ ടയർ ലോബികളുടെ പ്രവർത്തന മികവാണ് നമ്മളവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും വാഗ്ദാനം നൽകി ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുകയല്ലാണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവമാരൊന്നും തിരിഞ്ഞു പോലും നോക്കില്ലെന്ന കാര്യം കർഷകർ അറിഞ്ഞിരിക്കണം. പിന്നെ എന്തെല്ലാം ഉറപ്പുകളാണ് പാലക്കാർക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി നൽകാമെന്ന് ഉറപ്പ് പാലക്കാർക്കും പൂഞ്ഞാറുകാർക്കും കൊടുത്താൽ അവരെല്ലാം വോട്ട് നൽകിക്കോളുമെന്നാണ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ അപ്പനും മോനും ബോധിപ്പിച്ചിരിക്കുന്നത്. മുൻപ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ജോസ്മോൻ മുണ്ടയ്ക്കലിന്റെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനല്ലാത്തവരെ എങ്ങനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കുമെന്നാണ്. ഒരു വർഷം 2 കോടി രൂപ വെച്ച് 5 വർഷം 10 കോടി രൂപ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് മറ്റൊരു ശുപാർശയും ഇല്ലാതെ ചെലവാക്കാൻ കിട്ടും. ജോസ്മോൻ മുണ്ടയ്ക്കൽ മെമ്പറായിരുന്ന കാലത്ത് 16 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം സ്വന്തം വാർഡിൽ അയാൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം പൂഞ്ഞാറ് വാർഡിൽ അംഗമായിരുന്ന ഷോൺ ജോർജ് 10 കോടി രൂപയുടെ 40%, അതായത് 4 കോടി രൂപയുടെ വികസനം പോലും ആ വാർഡിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് രേഖകൾ വെളിപ്പെടുത്തും. അതായത് 6 കോടിയിൽ പരം രൂപ ചെലവാക്കാതെ ലാപ്സാക്കി കളഞ്ഞു. കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡിൽ ലഭ്യമായ തുക പോലും ചെലവാക്കാൻ സാധിക്കാത്ത ഒരുവൻ ഒരു നിയമസഭാ മണ്ഡലത്തെ എങ്ങനെ പരിപാലിക്കുമെന്നാണ് ജോസ്മോൻ മുണ്ടയ്ക്കൽ ചോദിച്ചത്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് കഴിഞ്ഞ ടേമിൽ മിനിമം ഒരു ഡിവിഷനിലേക്ക് 2 കോടി രൂപയെങ്കിലും വീതം ഒരു സാമ്പത്തിക വർഷത്തിന് നടപ്പിലാക്കുവാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നത് പാലായും കടുത്തുരുത്തിയും എല്ലാം ഉൾക്കൊള്ളുന്ന കിടങ്ങൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരുന്നു. എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഞാൻ 16 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ ഡിവിഷനിലും ആ നിലയ്ക്ക് വരണമെന്നില്ല. എങ്കിൽ പോലും ആവറേജ് എല്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും 10 കോടി രൂപയുടെയെങ്കിലും വികസന പദ്ധതികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കുവാനായിട്ട് ജില്ലാ പഞ്ചായത്തിന് അനുവാദം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ ജില്ലാ പഞ്ചായത്തിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ പൂഞ്ഞാർ ഡിവിഷനിൽ അനുവദിച്ച പദ്ധതികളിൽ 40% താഴെ പദ്ധതികൾ മാത്രമാണ് നിർവഹണം നടത്തിയിട്ടുള്ളത്. അതിനർത്ഥം 10 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 4 കോടി രൂപയുടെ പദ്ധതികൾ ചെലവാക്കി 6 കോടി രൂപയും ലാപ്സാക്കി. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുന്നവരെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കാത്തവരെ എങ്ങനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റും? ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് വളരെ നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ പൂഞ്ഞാർ ഡിവിഷനിൽ വൈവിധ്യമാർന്ന നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്ന ആളായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അടുത്തൊരു ആക്സസ് എന്നുള്ള നിലയ്ക്ക് നിയമസഭയിൽ മത്സരിക്കുകയും ആ നിലയ്ക്ക് ഒരു പോസിറ്റീവായിട്ട് ആളുകൾ ചിന്തിക്കുന്നതിന് തെറ്റില്ലായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയെ വിലയിരുത്തേണ്ടത് അയാളുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണമെന്നാണ് ജോസ്മോൻ മുണ്ടയ്ക്കൽ ഓർമ്മിപ്പിക്കുന്നത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും KM മാണിയും ജോസ് കെ മാണിയും മണ്ഡലത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ജോസ്മോൻ മുണ്ടയ്ക്കൽ പറയാതെ പറഞ്ഞു വെച്ചത്. ഏതായാലും പൂഞ്ഞാറിലെയും പാലായിലെയും NDA സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഭീമമായ തുക മുടക്കി പ്രചാരണങ്ങൾ നടത്തുന്നത്. ജനങ്ങൾക്ക് സംശയമുണ്ടാകരുതല്ലോ. ദിവസവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ മുന്നിൽ തിരികത്തിച്ച് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.